ഹലോ, രാവിലെ ഒരുങ്ങി എങ്ങോട്ടാണെന്ന് എല്ലാവരും വിചാരിക്കണമല്ലേ? വേറെ എങ്ങോട്ടും അല്ല, മൂകാംബികാമ്മേനെ കണ്ട ശേഷം അവിടെ മിസ്സാക്കാൻ പറ്റാത്ത ഒരു പ്ലേസുണ്ട്, കുടജാദ്രി. അങ്ങോട്ടാണ്. രാവിലെ ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല മഴയായിരുന്നു. 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. അവിടെ നിന്ന് അങ്ങോട്ട് ജീപ്പിനാണ് പോവുക. ജീപ്പ് കിട്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണിത്. 7 പേരായിരുന്നു ഞങ്ങൾ ജീപ്പിലുണ്ടായിരുന്നത്. ഞങ്ങൾ 5 2 ലേഡീസും 5 ബോയ്സും. പോകുന്ന വഴി ഫുള്ള് നല്ല മഞ്ഞായിരുന്നു കേട്ടോ. മഴ പെയ്തുകൊണ്ടിരിക്കും, നല്ല മഞ്ഞായിരുന്നു. പിന്നെ ഓഫ് റോഡ്. എൻ്റെ ലൈഫിൽ ഇത് സെക്കൻഡ് ട്രിപ്പാണ് ഓഫ് റോഡ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കുടജാദ്രിക്ക് പോണത്. ഇതിന് മുന്നേ എല്ലാവരും പോയിട്ടുണ്ടാവും, ഈ വീഡിയോ കണ്ടിട്ടിരിക്കുന്ന എല്ലാവരും പോയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് പോണത് കേട്ടോ. ഇവരാണ് കൂടെ ഉണ്ടായിരുന്ന 5 പേര്. അവർ തൃശ്ശൂർക്കാരായിരുന്നു. പെട്ടെന്ന് തന്നെ കമ്പനിയായി കേട്ടോ. അവരുടെ കൂട്ടത്തിൽ 2 ലേഡീസിനെ എങ്ങനെയാണോ അവർ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുവന്നത്, അതുപോലെ തന്നെ ഞങ്ങളെയും കൊണ്ടുപോയി. അതുകൊണ്ട് ട്രിപ്പ് ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു. ഈ വരുന്നതാണ് നിതിന്. അതിൻ്റെ ബാക്കിൽ ഇന്ദ്രജിത്തുണ്ട്, പിന്നെ അഖിലുണ്ട്, ഹരിയുണ്ട്. പിന്നെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് വിഷ്ണു. വിഷ്ണുവിനെ എവിടെയെങ്കിലും ഇടയ്ക്ക് വീഡിയോയ്ക്കകത്ത് കാണുമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനും സെൽഫി സ്റ്റിക്കും ഫോണിൽ വീഡിയോ എടുക്കാമെന്നൊക്കെ ഓർത്ത് പോയതായിരുന്നു. പക്ഷേ ഈ മല കയറിയപ്പോഴത്തേക്ക് എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അതുമല്ല, നല്ല മഴയായിരുന്നു. ഇവിടെ കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്കും തന്നെ എന്താ പറയുക, മടുത്ത് ഇടയ്ക്കിടയ്ക്ക് നിന്നാണ് പോയത്. മഴയുള്ളതുകൊണ്ടായിരിക്കും വഴി ഫുള്ള് വെള്ളമായിരുന്നു. റെയിൻകോട്ടൊക്കെ എടുത്താണ് പോയത്, അതുകൊണ്ട് നനയേണ്ടി വന്നില്ല. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇതാണ് ലാസ്റ്റ് എത്തി കഴിഞ്ഞെന്നുള്ളത്. കാരണം കുറേ പിള്ളേർ സെറ്റ് ഉണ്ടായിരുന്നു അവിടെ. അതുമല്ല, വഴിയൊന്നും കാണുന്നുമില്ല. അപ്പം പറഞ്ഞു ഇതൊന്നും അല്ല, ഇനിയും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും നടന്ന് കയറി ലാസ്റ്റ് ഏറ്റവും മേളിൽ കുടജാദ്രിയിലെത്തി. ഇതാണ് കുടജാദ്രി. ശങ്കരാചാര്യ തപസ്സിരുന്ന സ്ഥലം. പിന്നെ ആ ബ്ലൂ റെയിൻകോട്ട് ഇട്ട ആളാണ് വിഷ്ണു. നല്ല കാറ്റുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു, നല്ല കോടമഞ്ഞ്, നല്ല രസമായിരുന്നു കേട്ടോ. എന്താ പറയുക, നിറയെ ഫാമിലീസ് ഉണ്ടായിരുന്നു. കുഞ്ഞു പിള്ളേരുമായിട്ടുള്ള ഫാമിലീസ് ഉണ്ടായിരുന്നു, അമ്മമാരുണ്ടായിരുന്നു. ഇവരൊക്കെ എങ്ങനെ ആ മല കയറിയെന്നറിയില്ല. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കൊക്കയാണ്. കാറ്റായിരുന്നു, എങ്കിലും പോയി വെറുതെ നിന്നേ ഉള്ളൂ. കാരണം ഇനി എപ്പോഴാണ് ഇങ്ങനെ വരാൻ പറ്റുകയെന്നറിയില്ലല്ലോ. അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്തു. ഇതാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ജീപ്പ് ഓടിച്ച പയ്യൻ. ഇവനെ സമ്മതിക്കണം കേട്ടോ. കാരണം ഇപ്പോഴത്തെ സൈഡിൽ കൊക്ക, ഒരു സൈഡിൽ ഒരു ജീപ്പ് പോകാൻ വേണ്ടി മാത്രമുള്ള സ്പേസേ ഉള്ളൂ വഴിക്ക്. നിങ്ങൾക്ക് കണ്ടറിയാം, ഇല്ലേ പോയിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ പറയാതെ തന്നെ. അങ്ങനെ താഴെ എത്തി കുറച്ച് നേരം കിടന്നുറങ്ങി റൂമിൽ. അത് കഴിഞ്ഞ് 4 മണിക്ക് ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബസ്. അപ്പോൾ കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കഴിക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ. ഞാൻ കാഷ്യൂ പുലാവും, അവൾ ബിരിയാണിയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് 4 മണിക്കാണ് ബസ്. ബസ്സിൽ കയറിയിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല, കാരണം അത്രയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. ബസ് എത്തി. ഇടയ്ക്ക് എപ്പോഴെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതോടുകൂടി ഈ ട്രിപ്പ് കഴിയും.